ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു ട്വിൻ ഫയറീസ് ആൻഡ് മോം. എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എൻ്റെ വീഡിയോ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ ഒന്ന് ഇനേബിൾ ചെയ്യുക. അപ്പോൾ ഞാനിടുന്ന വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് കറക്റ്റ് നോട്ടിഫിക്കേഷൻ വഴി കിട്ടും. അപ്പോൾ വീഡിയോയിലോട്ട് പോകാം. ട്രിവാൻഡ്രത്ത് ഡേ ഔട്ടിന് പോകാൻ പറ്റിയൊരു പ്ലേസാണ് ഞാനിന്ന് പരിചയപ്പെടുത്തുന്നത്. ഇത് എവിടെയാണെന്നല്ലേ, നമ്മളെ കോവളത്തെ താജ് ഗ്രീൻ കൗ റിസോർട്ട് ആൻഡ് സ്പായിലാണ്. അപ്പോൾ വന്നു അവിടെ ഇറങ്ങി കാറൊക്കെ പാർക്ക് ചെയ്യുന്നത് പുറത്ത് തന്നെയാണ്. പുറത്ത് പാർക്ക് ചെയ്തതിന് ശേഷം അവരുടെ തന്നെ വണ്ടിയുണ്ട്, അതിലാണ് ഗസ്റ്റുകളെ കൊണ്ടുപോകുന്നത്. പോകുന്ന വഴിയിൽ ഓരോ കാഴ്ചകളാണ്. നല്ല വെൽ മെയിൻറ്റൈൻഡ് ആയിട്ടുള്ളൊരു ഗ്രൗണ്ടൊക്കെയാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. ഇവിടെ നമുക്ക് എൻട്രൻസ് വരുന്നത് ഇവിടം തൊട്ടാണ് നമുക്ക് എൻട്രൻസ് വരുന്നത്. അതിന് കുറച്ച് ദൂരം ഉണ്ട്. അപ്പോൾ ഇതാണ് എൻട്രൻസ് വരുന്നത്. ഉള്ളിലോട്ട് എൻട്രി ചെയ്ത് കഴിയുമ്പോൾ തന്നെ നമുക്ക് രണ്ട് സൈഡിലും നല്ല ഗ്രീനറിയാണ് കാണാൻ പറ്റുന്നത്. നല്ല ഭംഗിയുള്ള ഒരു പ്ലേസാണ്. പിന്നെ മഴയൊക്കെ പെയ്ത് കിടക്കുന്നത് കൊണ്ട് അതിൻ്റേതായ ഒരു മങ്ങലുണ്ട്. മൊത്തത്തിൽ മഴയാണല്ലോ. പിന്നെ അതുപോലെ തന്നെ ഇവിടെ പ്രൈവറ്റ് വാഹനങ്ങളൊന്നും അലൗഡല്ല. അവർ തന്നെയാണ് അവരുടെ വണ്ടിയിൽ നമ്മുടെ ഗസ്റ്റുകളെല്ലാം കൊണ്ടുപോവുകയും തിരിച്ചു കൊണ്ടുവരികയും ചെയ്യുന്നത്. അത്യാവശ്യം നല്ല ദൂരമുണ്ട് നമ്മൾ ഇതിൻ്റെ ഉള്ളിലോട്ട്, റിസോർട്ടിൻ്റെ ഉള്ളിലോട്ട് എത്താനായിട്ട്. അപ്പോൾ നമ്മൾ റിസപ്ഷൻ അവിടെ എത്തിയിരിക്കുകയാണ്. ഇനി വെളിയിലോട്ട് ഇറങ്ങി ബാക്കി കാഴ്ചകൾ നമുക്ക് കാണാം. ഇതാണ് താജിൻ്റെ റിസപ്ഷൻ അല്ലെങ്കിൽ ഫ്രണ്ട് ഡെസ്ക് ലോബി. അപ്പം കയറി വരുമ്പോൾ തന്നെ നല്ല വിശാലമായ ഒരു സ്പേസാണ്. നല്ല അടിപൊളി ഡെക്കോസൊക്കെ വെച്ച് അലങ്കരിച്ചിട്ടൊക്കെയുണ്ട്. നല്ലൊരു ആംബിയൻസാണ് നമുക്കവിടെ ചെല്ലുമ്പോൾ തന്നെ കിട്ടുന്നത്. നല്ല ഭംഗിയുള്ളൊരു ഇതാണ്. പിന്നെ നല്ല ഒരു പൂള് നമുക്ക് കാണാൻ പറ്റും. ഫസ്റ്റ് ഫ്ലോറിലാണെങ്കിൽ നമുക്ക് ഈ പൂൾ കാണാൻ പറ്റുന്നത്. അപ്പോൾ ഇവിടെ ഇരിക്കുമ്പോൾ തന്നെ നമ്മളുടെ കടലും ഒക്കെ കാണാം. ഇവിടെ തന്നെയാണ് നമ്മളെ ഡൈനിങ് സ്പേസിൻ്റെ ഫ്രണ്ടിലാണ് ഈ പൂള് വരുന്നത്. അപ്പോൾ ഇവിടെ ഇരുന്ന് നല്ല ഓപ്പൺ പൂളാണ്. ഇപ്പോൾ മഴയൊക്കെ പെയ്യുന്നതുകൊണ്ട് തന്നെ പൂളിലോട്ടൊന്നും ആരും ഇറങ്ങുന്നൊന്നുമില്ല. അതുകൊണ്ട് തന്നെ അല്ലെങ്കിൽ ഇവിടെയൊക്കെ ആൾക്കാർക്ക് ഇരുന്ന് നന്നായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റുമായിരുന്നു. പിന്നെ അവിടെ ചെറിയൊരു പോണ്ടുണ്ട്. പോണ്ടിൽ നല്ല കളർഫുൾ ഫിഷൊക്കെ ഉണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു ചെറിയ ക്ലിപ്പിങ്ങും കൂടെ ഞാനിവിടെ ആഡ് ചെയ്യുന്നുണ്ട്. പിന്നെ ഇത് വരുന്നതും ഡൈനിങ് സ്പേസാണ്. ഇവിടെ ഇരുന്ന് ഫുഡൊക്കെ നമുക്ക് കഴിക്കാം. പിന്നെ ഇവിടെയും മഴ പെയ്തതുകൊണ്ട് തന്നെ പുറത്തൊന്നും ആരും ഇരിക്കുന്നില്ല. അല്ലെങ്കിൽ ഇവിടെയെല്ലാം ആൾക്കാരൊക്കെ ഇരിക്കും. ഇവിടെ ഇരുന്ന് നമുക്ക് നല്ല ഒരു വ്യൂ ഉണ്ട്, സീയുടെ നല്ലൊരു വ്യൂ ഉണ്ട്. പിന്നെ ഹട്ടുണ്ട്. ഹട്ടിൻ്റെ ഉള്ളിലാണെങ്കിലും ഇരുന്ന് ഫുഡൊക്കെ കഴിക്കാൻ പറ്റിയൊരു നല്ലൊരു സ്പേസാണ്. പിന്നെ മൊത്തത്തിൽ മഴ പെയ്ത് കിടക്കുന്നതുകൊണ്ട് അതിൻ്റെതായ കുറച്ച് ബുദ്ധിമുട്ടുകളുണ്ട്. കാര്യം പുറത്തിരുന്ന് നമുക്കൊന്ന് എൻജോയ് ചെയ്യാനൊന്നും പറ്റുന്നില്ല. ഇവിടെയൊക്കെ നല്ലൊരു സ്പേസാണ്. ഇവിടെയൊക്കെ നമുക്ക് സീയുടെ വ്യൂ കണ്ടുകൊണ്ടിരുന്ന് ഫുഡ് കഴിക്കാം. പിന്നെ ഇത് ടീയുടെ കൗണ്ടേഴ്സാണ്. ടീ, കോഫി, പാനിപൂരി, ബിസ്ക്കറ്റ്സ്, കേക്ക്, ജ്യൂസ് ഇതെല്ലാം ഉണ്ട്. നമുക്കിപ്പോൾ ഇവിടെയാണെങ്കിലും നല്ല ഒരു മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. നമുക്ക് വന്നിരുന്ന് ഡിസ്കഷനൊക്കെ ചെയ്യാൻ പറ്റിയൊരു നല്ലൊരു സ്പേസും കൂടെയാണ്. ചായയൊക്കെ കുടിച്ച് ഇവിടെ നമുക്ക് ഒന്ന് റിലാക്സ് ചെയ്യാൻ പറ്റിയൊരു സ്പേസാണ്. നല്ല പാട്ടൊക്കെ കേട്ട് ഇരിക്കാനായിട്ട് പറ്റിയൊരു സ്പേസാണ്. അതിൻ്റെ പുറകിൽ തന്നെയാണ് ഒരു വഞ്ചിയുണ്ട്. അപ്പോൾ ഇവിടെ ബോട്ടിംഗ് ഒക്കെ ഉണ്ട്. പിന്നെ മഴ പെയ്ത് കിടക്കുന്നത് കൊണ്ട് തന്നെ ഇന്ന് ബോട്ടിംഗ് ഒന്നും അലൗഡ് അല്ല. നല്ലൊരു കാം പ്ലേസാണ്. നമുക്കിവിടെ ഇങ്ങനെ വന്ന് കുറേ സമയം തന്നെ നമുക്ക് ഇരിക്കാനായിട്ട് നല്ല റിലാക്സിങ് ആയിട്ടുള്ളൊരു പ്ലേസാണ്. പിന്നെ ചെറിയ ചെറിയ ഹട്ടുകളുണ്ട്. ഈ ഹട്ടിൻ്റെ ഉള്ളിലും
ഒക്കെ നമുക്ക് ഇരിക്കാം. പുറത്താണെങ്കിലും ഇരിക്കാനുള്ള ഒരു ഡൈനിങ് സ്പേസ് ഒക്കെ ഉണ്ട്. മൊത്തത്തിൽ ഈ മഴ പെയ്ത് കിടക്കുന്നത് കൊണ്ടുള്ളൊരു കടലാണെങ്കിലും അത്ര ശാന്തമൊന്നുമല്ല. കടലാണെങ്കിലും വലിയ തിരമാലകളൊക്കെ കൊണ്ട് ഭയങ്കര ഇതായിട്ടിരിക്കുവാണ്. പിന്നെ നമ്മൾ ഇവിടെ വരുന്നവർക്ക് പാക്കേജ് എടുത്തിട്ട് വരുന്നതാണ് നല്ലത്. പാക്കേജ് ആണെങ്കിൽ നമ്മൾ നേരത്തെ തന്നെ ബുക്ക് ചെയ്യണം. അപ്പോൾ പാക്കേജ് എന്ന് പറയുന്നത് 3500 പ്ലസ് GST ആണ്. 4100 ആണ് പെർ ഹെഡ്. അതിൽ ഇൻക്ലൂഡഡ് ആയിട്ടുള്ളത് വെൽക്കം ഡ്രിങ്ക്, ബൊഫേ, 1 റൂം ഉണ്ടാവും. പിന്നെ നമുക്ക് ടീ ഉണ്ടാവും. ടീ ആൻഡ് സ്നാക്സ് ഇത്രയാണ് ഇതിൽ ഇൻക്ലൂഡഡ് ആയിട്ടുള്ളത്. ഇപ്പോൾ ഇവിടെ നിൽക്കുമ്പോൾ തന്നെ നല്ലൊരു വ്യൂ ആണ് നമുക്കിവിടെ കാണാൻ പറ്റുന്നത്. ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു പ്ലേസ് ഇവിടെയാണ്. ഇവിടെ തന്നെയാണ് നമ്മുടെ ഹോട്ടൽ റാവിസ്, ലീല, KTDCൻ്റെ സമുദ്ര, ഇതെല്ലാം നമുക്ക് ഇവിടെ നിൽക്കുമ്പോൾ കാണാം. പിന്നെ ഇവിടെ തന്നെയാണ് ഔട്ട്ഡോർ ആക്ടിവിറ്റീസൊക്കെ ചെയ്യാനുള്ളൊരു സ്പേസ്. ഷൂട്ടിംഗ്, ക്രിക്കറ്റ്, സൈക്ലിംഗ്, പൂൾ അതെല്ലാം ഉണ്ടായിരുന്നു. പക്ഷേ മഴ കാരണം അതൊന്നും നടന്നില്ല. കടൽ കണ്ടില്ലേ, നല്ല ഒരു വ്യൂ ആണ് ഇവിടെ നിൽക്കുമ്പോൾ. പിന്നെ അതിൻ്റെ സൈഡിൽ തന്നെയാണ് ബോട്ടിങ്ങും ഒക്കെ ഉണ്ടായിരുന്നത്. പക്ഷെ അതും മഴ കാരണം ഒന്നും നടന്നില്ല. മഴയില്ലാത്ത ദിവസം പോയാലേ നമുക്ക് പ്ലാൻ ചെയ്ത പോലെയെല്ലാം ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ആർക്കെങ്കിലും ഇവിടെ പോകാൻ താല്പര്യമുണ്ടെങ്കിൽ എൻ്റെ ലൊക്കേഷൻ്റെ ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നതാണ്. അപ്പോൾ ഇനി മറ്റൊരു അടിപൊളി വീഡിയോയിലോട്ട് കാണുന്നവരേക്കും താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ ബൈ.